വിശാഖ് കർണാടക പോലീസ് തിരയുന്ന ഒരു ക്രിമിനലാണെന്ന സത്യം നിഖിൽ വിശാഖിനോട് പറയുന്നു. വിശാഖിനെ അന്വേഷിച്ചു വരുന്ന പോലീസ് സംഘം തന്നെ ഒറ്റിക്കൊടുത്തില്ലേ എന്ന് നിഖിലിനോട് ചോദിക്കുന്ന വിശാഖ് അവർ വിശാഖിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്നു. കൂടെ നിഖിലിനെയും. വിശാഖിനെ ചോദ്യം ചെയ്യുന്ന ശ്രീറാം ചന്ദ്രശേഖർ. അഡ്വക്കേറ്റ് ട്രീസയുമായുള്ള ബന്ധത്തെപ്പറ്റി ശ്രീറാം വിശാഖിനോട് ചോദിക്കുന്നു. വിശാഖ് ഇതിനൊന്നും വ്യക്തമായ മറുപടിയൊന്നും പറയുന്നില്ല. കർണാടക പോലീസിന് വിശാഖിനെ കൈമാറാൻ പറയുന്ന ശ്രീറാം തുടർന്ന് നിഖിലിനെ ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം വിട്ടയക്കുന്നു. വിശാഖിനെ കർണാടക പോലീസിന് കൈമാറിയെന്ന് ട്രീസയോട് പറയുന്ന നിഖിൽ അപർണയെ ഡോക്ടറെ കാണിക്കണമെന്നും പിന്നീട് വീട്ടിലെത്തിക്കണമെന്നും നിഖിലിനോട് ട്രീസ. വീട്ടിലെത്തുമ്പോൾ അവിടെ മീനാക്ഷിയെ കാണുന്ന നിഖിൽ അപർണയെയും നിഖിലിനെയും കണ്ട് അവരോട് പരുഷമായി സംസാരിക്കുന്ന മീനാക്ഷി. അപർണ മനഃപൂർവ്വം നിഖിലിനോട് അടുത്ത് സംസാരിക്കുന്നു. ശ്രീറാം ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ കാണാൻ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വരുന്ന മഹേന്ദ്രനും ഭദ്രയും ഗീതികയും. തുടർന്ന് കാണുക. ഹലോ മാഡം. നന്ദൻ എവിടെയാ? ഞാൻ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന വഴിയാ. എന്തായി? മാഡം വിശാഖിനെ ഹാൻഡ് ഓവർ ചെയ്തു. ഇന്ന് രാവിലെ കർണാടക പോലീസ് അവനെ കൊണ്ടുപോയത്. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്നെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ്? ഇല്ല. ആ ശ്രീറാമിൻ്റെ കയ്യിൽ അവൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല. ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. എനിക്കെതിരെ എന്തെങ്കിലും കിട്ടിയാൽ അയാളത് 10 ആയിട്ട് പെരുപ്പിക്കും. ശരി മാഡം. ഓക്കെ. ഓക്കെ. സാറേ, ദാ കക്ഷി വന്നിട്ടുണ്ട്. ആ ഡിവൈഎസ്പി സാറ് മുകളിലുണ്ട്. വാ സാറേ. ആ വാ. ഇവിടെ ഇരുന്നാ മതി, വിളിക്കാം. ആ ശരി, ഇവിടെ ഇരിക്കെ. സാർ. യെസ് സാർ, അവർ വന്നിട്ടുണ്ട് സാർ. ആ മഹേന്ദ്ര സാറിനെ മാത്രം ഇങ്ങോട്ട് വിളിക്കും. സാർ. സാർ വിളിക്കുന്നു. ഇല്ലില്ല, സാർ മാത്രം വന്നാൽ മതി. സാർ. യെസ് സാർ ഇരിക്കും. ഇന്നലെ ഞാൻ മാഷിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ മാഷിൻ്റെ മുഖത്തിൻ്റെ സ്ഥാനത്ത് പെട്ടയിക്കാരൻ്റെ മുഖം തെളിഞ്ഞു വന്നു. പെട്ടയിക്കാരനോ? മാഷ് ഈ പെട്ടയിക്കാരനെ കുറിച്ച് കേട്ടിട്ടില്ല? ഇല്ല, കേട്ടിട്ടില്ല. അതാരാ? പറഞ്ഞു വന്ന നമ്മുടെ പെരുന്തച്ഛൻ്റെ അച്ഛനായിട്ട് വരും ഈ കക്ഷി.
ഭീകര ക്യാരക്ടറാ. 2011 ജനുവരി 14 റിലീസ് ചെയ്തൊരു തമിഴ് സിനിമയാ ആടുകളം. നമ്മുടെ ധനുഷിന് നാഷണൽ അവാർഡ് മേടിച്ചു കൊടുത്ത പടമാ. അതിലെ ഒരു ക്യാരക്ടറാ ഈ പെട്ടൈക്കാരൻ. കോഴിപ്പോരിന്റെ കഥയാ. വളരെ പവർഫുൾ അങ്ങേര്. കോഴിപ്പോരിൽ പുള്ളിയെ തോൽപ്പിക്കാൻ ഒരാളേ ഇല്ല. സംഗീതത്തിന്റെ കാര്യത്തിൽ മഹേന്ദ്രൻ മാഷ് എങ്ങനെയാണോ അതായിരുന്നു കോഴിപ്പോരിന്റെ കാര്യത്തിൽ പെട്ടൈക്കാരൻ. അറിവിലും കഴിവിലും അയാളുടെ ഫീൽഡിലെ രാജാവ്, ചക്രവർത്തി. എന്നാൽ വളരെ സമാധാന പ്രേമി. ആരോടും ദേഷ്യമില്ല, വൈരാഗ്യമില്ല. സ്വന്തം പ്രൊഫഷൻ മാത്രം, സ്വസ്ഥം, സുഖം. അപ്പോഴാ നമ്മുടെ പയ്യൻസ്, പെട്ടൈക്കാരന്റെ അരുമ ശിഷ്യൻ കറുപ്പ് ധനുഷ്, അവൻ കയറിയ കൊളുത്തി. അവന്റെ കോഴി കയറിയൊരു സംഭവമാകുന്നു. പിന്നെ അവനായിരുന്നു മെയിൻ അട്രാക്ഷൻ എല്ലാവരുടെയും. പതുക്കെ പതുക്കെ പെട്ടൈക്കാരന്റെ മുഖം മാറി, സ്വഭാവം മാറി. തന്റെ ശിഷ്യൻ ഗോതയിൽ തന്നെ മലർത്തിയടിക്കുന്ന ഉറപ്പായപ്പോ സമാധാന പ്രേമിയുടെയും സൽസ്വഭാവിയുടെയും സ്ഥാനത്ത് മറ്റൊരാളായി പെട്ടൈക്കാരൻ. ചതിയുടെയും വഞ്ചനയുടെയും ആൾരൂപം. സ്വന്തം ഭാര്യയുമായി ഒരു അവിഹിത കഥയുണ്ടാക്കി ശിഷ്യനിൽ ആരോപിക്കപ്പെടുന്നതുവരെ എത്തി കാര്യങ്ങൾ. അങ്ങനെ എല്ലാ രീതിയിലും തകർത്തു കളഞ്ഞു ആ മഹാഗുരു. സാറിപ്പോ ഈ കഥ എന്നോട് തന്നെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. കഥ കുറച്ചുകൂടെ പോകുമ്പോ മാഷിനെല്ലാം മനസ്സിലാവും. അധികാരവും ശക്തിയും മനുഷ്യനെ നശിപ്പിക്കുമെന്നാ പഴമക്കാര് പറയുന്നത്. എന്നാൽ ചിലരുടെ കാര്യത്തിൽ അത് നേരെ തിരിച്ചാ. സ്വന്തം ശക്തിക്ക് വെല്ലുവിളിയായി മറ്റൊരാൾ വന്നപ്പോഴാ പെട്ടൈക്കാരനിലെ ആ മൃഗത്തെ പെട്ടൈക്കാരൻ തന്നെ തിരിച്ചറിയുന്നത്. ഇപ്പോഴും സാറിനൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ വെറുതെ ഇരുന്നൊരു സിനിമാ കഥ പറഞ്ഞതാ. അതല്ലേ സാറിപ്പോ ആലോചിച്ചത്? അത് സിനിമാ കഥ വിട്ടേക്ക്. യെസ്, എപ്പോഴാ? എത്ര മണിക്ക്? ഓക്കെ, ഞാൻ വിളിക്കാം. ഈ ജൂഡ് സേവിയർ ആളൊരു ജീനിയസ് ആയിരുന്നു അല്ലേ? ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ എവിടെയൊക്കെയോ എത്തുമായിരുന്ന, ആരൊക്കെയോ ആകുമായിരുന്നൊരാൾ അല്ലേ? അതെ, അവൻ ശരിക്കും ടാലന്റഡ് ആയിരുന്നു. അവന്റെ കഴിവിനെ പറ്റി പറയാൻ നമ്മൾ എന്തു വാക്ക് ഉപയോഗിച്ചാലും അത് അധികമാവില്ല സാർ. അപ്പോ നിങ്ങൾ സമ്മതിക്കുന്നു അവൻ നിങ്ങളെക്കാൾ വലിയ പ്രതിഭയായിരുന്നു എല്ലാ തരത്തിലും? ഈ പ്രായത്തിൽ അവൻ ഇത്രയും കഴിവുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ എന്നേക്കാൾ മിടുക്കനാവുമായിരുന്നു, ഉയരങ്ങളിലെത്തുമായിരുന്നു. അതുറപ്പാ. എത്തുമായിരുന്നു, ആകുമായിരുന്നു, എല്ലാം ഫ്യൂച്ചർ ടെൻസ്. അതായത് മരിക്കുന്ന സമയം അവൻ താങ്കൾക്ക് മീതെ പോയിട്ടില്ലായിരുന്നു, താങ്കൾക്കൊപ്പം പോലും എത്തിയിട്ടുമില്ലായിരുന്നു. ആകുമായിരുന്നു, ആ വാക്ക് അത് അവന്, ആ ചത്തുപോയ ചെറുക്കന് എറിഞ്ഞു കൊടുക്കുന്ന വെറും ഒരു സൗജന്യമാണല്ലേ? നമുക്കൊരു ചായ കുടിച്ചാലോ? സാറ് വാ സാറേ. പതിവായൊരീ കൂട്ടിൽ. ഇതല്ലേ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചു തന്ന കോമ്പോസിഷൻ? അതെ. ആരാ ശരിക്കും ഈ പാട്ടിന്റെ സൃഷ്ടികർത്താവ്?
ശരിക്കുള്ള സംഗീത സംവിധായകൻ. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പാട്ടില് നടഭൈരവയുടെ റൂട്ടിലാ സംഗതി പിടിച്ചിരിക്കുന്നത്. വെസ്റ്റേൺ സ്റ്റൈലില് മൈനസ് സ്കെയിലിൽ മിക്സ് ചെയ്തതാ. നല്ല ഐഡിയ വേണം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ. അതാ പാട്ട് കയറി അങ്ങ് പിടിച്ചത്. സാറെന്താ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്? എൻ്റെ അച്ഛനും ഒരു ചെറിയ ഭാഗവതരാ. അല്ലറ ചില്ലറ സംഗീതമൊക്കെ അങ്ങനെ എനിക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഉപയോഗമില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ആരുടെ തലയിലാണ് ഈ പാട്ട് പിറന്നത്? ബേസിക് ട്യൂൺ എൻ്റെ ആയിരുന്നു. പക്ഷേ അത് മിക്സ് ചെയ്തപ്പോൾ അവൻ്റെ വക ഒരുപാട് ഇൻപുട്സ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എവിടെയും പറഞ്ഞിട്ടുള്ള. അല്ലേ അത് സമ്മതിക്കുന്നതിന് നമ്മളെന്തിനാ മടിക്കുന്നത്? എനിക്കൊരു മടിയില്ല അവൻ്റെ കഴിവുകൾ അംഗീകരിക്കുന്നതിൽ. ഓക്കെ, സമ്മതിച്ചു. ഈ ബേസിക് ട്യൂൺ എന്ന് പറഞ്ഞല്ലോ, അതെന്നാ സാറിൻ്റെ മനസ്സിൽ ആദ്യമായി തൊട്ടത്? പണ്ടേ മനസ്സിലുണ്ടായിരുന്നോ, അതോ പെട്ടെന്ന് സിനിമയുടെ സിറ്റുവേഷൻ മൂഡും ഒക്കെ കേട്ടപ്പോൾ മനസ്സിലുണ്ടാക്കിയെടുത്തതാണോ? അതിൻ്റെ ഡയറക്ടർ ആ കഥ പറഞ്ഞപ്പോൾ, ആ സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ക്യാരക്ടേഴ്സിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മനസ്സിൽ തോന്നിയതാ. സാറിൻ്റെ മനസ്സിൽ ആ ട്യൂൺ പിറവി കൊണ്ട ദിവസം അതെന്നായിരുന്നു? 2013 ഡിസംബറിലായിരുന്നു ആ പടത്തിൻ്റെ റിലീസ്. നവംബറിലായിരുന്നു റെക്കോർഡിങ്. അന്നോ മറ്റോ? അതായത് 2013 നവംബറിലാണ് താങ്കൾ ഈ ട്യൂൺ സൃഷ്ടിച്ചത്, അതിനു മുമ്പല്ല. അതുറപ്പല്ലേ? അതെ. അതിനു മുമ്പ് താങ്കൾ ഈ ട്യൂൺ കേട്ടിട്ടേയില്ല? ഇല്ല. ഉറപ്പാണല്ലോ? അതെ സാർ. സാറ് ചായ കുടിക്കും. ആ ആ. ഉം. ജൂണിൽ, അതായത് താങ്കൾ ഈ മ്യൂസിക് ഉണ്ടാക്കുന്നതിന് 1 വർഷവും 5 മാസവും മുമ്പ്, ടെക്നോ പാർക്കിലെ കുറെ ടെക്കി സുഹൃത്തുക്കൾ ചേർന്ന് ഒരു ഷോർട്ട് ഫിലിം തട്ടിക്കൂട്ടി. ട്രാപ്പിൽ സോങ്സ് ഒന്നുമില്ല, പക്ഷേ ഒരു BGM ട്രാക്ക് ഉണ്ട്. അത് സാറൊന്ന് കേട്ടു നോക്കണം. നമ്മുടെ പതിവായ ഒരു ഈ കൂട്ടി തന്നെ, ഡിറ്റോ. അതിൽ ഈ പറഞ്ഞ അക്ഷരവും വാക്കും ഇല്ലാന്നേ ഉള്ളൂ. സംഗീതം ഒന്ന് തന്നെ, രാഗം, താളം, ഭാവം എല്ലാം സൂക്ഷ്മം, സെയിം, അണുവിട മാറ്റമില്ല. ആ ഷോർട്ട് ഫിലിമിൻ്റെ മ്യൂസിക് ഡയറക്ടർ അത്ര വലിയ പ്രശസ്തനൊന്നുമല്ല. അവരുടെ ഒരു ഫ്രണ്ട് പയ്യൻ മ്യൂസിക് സ്റ്റുഡൻറ്റാ. അവൻ്റെ പേരന്വേഷിച്ചപ്പോഴാ രസം. അവൻ്റെ പേരെന്താണെന്നറിയോ? അവൻ്റെ പേരാ ജൂഡ് സേവിയർ. ട്രാപ്പ്. ആ ഷോർട്ട് ഫിലിമിൻ്റെ പേരിൽ അറം പറ്റിയത് സാറിൻ്റെ കാര്യത്തിലാണ്. മരിക്കുന്നതിന് നാളുകൾക്ക് മുമ്പ് ജൂഡ് സേവിയർ മനസ്സറിയാതെ ഒരുക്കി വെച്ച ട്രാപ്പായിരുന്നു അത്. സാറിൻ്റെ ഈ സ്വാത്വിക സംഗീതജ്ഞൻ്റെ മുഖംമൂടി വലിച്ചു കീറാൻ തൻ്റെ കൊലപാതകി ആരാണ്, അയാളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ. സാർ ഒന്ന് നിർത്തുന്നുണ്ടോ? സാർ എന്താ കരുതിയേ? ആരെക്കുറിച്ച് എന്തും പറയാവുന്നു? ഈ ട്യൂണിൽ സാമ്യം വന്നെന്ന് സാറ് പറയുന്നു. എനിക്കതേക്കുറിച്ച് അറിയില്ല. സാമ്യം ഉണ്ടെങ്കിൽ അത് മനഃപൂർവ്വം അല്ല, എൻ്റെ അറിവോടെയല്ല, അത് ഉറപ്പാ. സാർ ഈ പറയുന്ന ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടില്ല. അവൻ എന്നെ കാണിച്ചിട്ടുമില്ല. ഞാൻ ട്യൂൺ ഉണ്ടാക്കി അവന് കൊടുത്തു. അവൻ അതിൽ ചില കറക്ഷൻസ് വരുത്തി. ഓർക്കസ്ട്രേഷനിൽ മറ്റും അവൻ ചില ഡമ്മി ലൂപ്പ് ഉണ്ടാക്കി എന്നെ കേൾപ്പിച്ചു. എനിക്ക് ചിലത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സത്യവാ, അതാണ് നടന്നത്. ഇതാരുടെ അടുത്ത് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല സാറേ. സാറിനൊരു മടിയും കാണത്തില്ല. പക്ഷേ ഇത് വെറും ഒരു സംഗീതമോഷണം മാത്രമല്ല, അതിനപ്പുറം ഒരു വലിയ ക്രൈമിലേക്ക് കണക്ട് ചെയ്യുന്ന വൈറ്റൽ ലിങ്കാണ്. സാർ എന്ത് വേണമെങ്കിലും ലിങ്ക് ചെയ്തു, അത് സാറിന്റെ ജോലി. ഞാൻ ജൂഡിനെ എങ്ങനെയാ കണ്ടിരുന്നെന്നുള്ള കാര്യം എന്റെ മനസാക്ഷിക്കറിയാം. എന്റെ മകന്റെ സ്ഥാനമായിരുന്നു അവന്. പള്ളിയിൽ കൊയറ് പാടിക്കൊണ്ടിരുന്ന 10 വയസ്സുകാരൻ പയ്യനെ പിടിച്ച് കീബോർഡും പാട്ടും ഒക്കെ പഠിപ്പിച്ച് ഇതുവരെ എത്തിച്ചത് ഞാനാ. അവന് കിട്ടിയ ഓരോ വലിയ അവസരങ്ങളും ഞാനായിട്ട് പറഞ്ഞു വാങ്ങിച്ചു കൊടുത്തതാ. ഇൻഡസ്ട്രിയിലൊന്ന് അന്വേഷിച്ചറിയാം. ഞാൻ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന നല്ല വാക്കുകളെക്കുറിച്ചും അവന് വേണ്ടി നടത്തിയ റെക്കമെൻഡേഷനെ കുറിച്ചും.
സാറ് വെള്ളമൊഴിച്ചു, വളമിട്ടു, വളർത്തി വലുതാക്കി. പക്ഷേ പുരയ്ക്ക് വീതെ വളർന്ന മരം വെട്ടിക്കളയുന്നത് പോലെ സാറങ്ങ് വെട്ടിക്കളഞ്ഞു അവനെ, തന്നെക്കാളും വളർന്ന ശിഷ്യനെ. സാറൊന്ന് നിർത്ത്. പാട്ടിൽ എന്തോ സാമ്യം വന്നു എന്ന് പറഞ്ഞ് വായി തോന്നുന്ന എന്തോ ആരെ കുറിച്ച് വിളിച്ചു പറയാവുന്നു. ക്ഷോഭം വേണ്ട മാഷേ. BP വെറുതെ കൂട്ടി ശരീരത്തിന് ഹാനി വരുത്തണ്ട. നമുക്ക് ഇനിയും ഒത്തുകൂടാം, കച്ചേരിയും പാട്ടുമൊക്കെ ആയിട്ട്. ഇപ്പം നല്ലത് ഒരു മധ്യമാവധിയോ ശുഭബന്ധുവരാളിയോ മനസ്സൊന്ന് കാമാവട്ടെ, കൂളും. സുരേഷ് സാർ. സാറിനെ കൊണ്ടുപോകും. സാർ വരൂ. സാറൊന്ന് നിന്നേ. ആ, ആ ട്രാവൽ ഏജൻസി ഏതായിരുന്നു? ഏത് ഏജൻസി? ജൂഡിനും ബാൻഡ് പിള്ളേർക്കും നമ്മുടെ ശ്രേയാ ഘോഷാലിലൊക്കെ കൂടെ നിങ്ങൾ അന്ന് രാത്രി ഫ്ലൈറ്റ് ടിക്കറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുത്തില്ലായിരുന്നു? മുംബൈയിൽ കോമ്പറ്റീഷന് പോകാൻ വേണ്ടി എടുപടിയെന്ന് പരിചയമുള്ളൊരു ഏജൻസി വിളിച്ചിട്ടാ അത് അറേഞ്ച് ചെയ്തത്. ഓർമ്മയുണ്ടോ? ഉണ്ടോ? അവൻ കൊല്ലപ്പെടുന്ന സമയം 10:45 11 മണിക്കും ഇടയ്ക്കെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നിങ്ങൾ അവന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുത്ത സമയം രാത്രി 8 മണി. ആ ടിക്കറ്റ് എടുത്ത് കൊടുത്ത് 3 മണിക്കൂറിനുള്ളിലാണ് അവൻ പോയത്. ഓർമ്മയുണ്ടോ? അന്ന് എത്ര എണ്ണം കഴിച്ചായിരുന്നു? ആ, എല്ലാം ഓർമ്മിച്ചെടുത്ത് പതുക്കെ പറഞ്ഞാൽ മതി. ഇതിപ്പോ ഒരു കീർത്തനത്തിൽ നിന്ന് ഒതുങ്ങുന്നതല്ല, കച്ചേരി തന്നെ വേണ്ടി വരും. ചെന്നാട്ട്. ഞാനൊരു പോലീസുകാരനാ, അത്യാവശ്യം തലയിൽ ആൾതാമസമുള്ള പോലീസുകാരൻ. എനിക്ക് പലതും അറിയാൻ പറ്റും. വരൂ. സാർ ഇവിടെ ഇരുന്നോ. നിങ്ങളെ വിളിക്കുന്നു. കുട്ടി വരണ്ട. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ, അത് മറ്റാരോടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഭർത്താവിനോടോ? ഇല്ല സർ. പറയരുത്, മറ്റാരും അറിയരുത്. ഞാൻ പറഞ്ഞത് പൂർണ്ണമായ അർത്ഥത്തിൽ നിങ്ങൾ കേൾക്കണം, അനുസരിക്കണം. ഇതിനിടയിൽ മറ്റൊരു ബോംബ് കൂടി നിങ്ങളുടെ വീട്ടിൽ വീണ് പൊട്ടിയല്ലേ? മറ്റൊരു അച്ഛൻ ഇഷ്യൂ, പിതൃത്വ പ്രശ്നം. നോക്കണ്ട, ഞാനൊരു പോലീസുകാരനാ, അത്യാവശ്യം തലയിൽ ആൾതാമസമുള്ള പോലീസുകാരൻ. എനിക്ക് പലതും അറിയാൻ പറ്റും. ആ ട്രീസയുടെ ഉപ്പാപ്പൻ സേവ്യർ, അയാളാണ് ആ വെടി പൊട്ടിച്ചത് അല്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ തള്ളിക്കളയാന്നുള്ളതാണ്. എന്ത് പ്രൂഫാ അയാളുടെ കയ്യിലുള്ളത്? മനുഷ്യനെ തമ്മിലടിപ്പിക്കാനും കുടുംബം കലക്കാനും വേണ്ടി അയാൾ പടച്ചുണ്ടാക്കിയ ഒരു പൊള്ളക്കഥ. അതങ്ങനെ കണ്ടാ മതി, അങ്ങനെ വിശ്വസിച്ചാൽ മതി, അങ്ങനെ വിശ്വസിപ്പിച്ചാൽ മതി. നമ്മൾ പറയുന്നത് മാത്രമാണ് സത്യം. വേറെ കൊണ്ടുവരട്ടെ തെളിവും സാക്ഷികളൊക്കെ ആയിട്ട്. എന്താ അയാൾ കാണിക്കാൻ പോകുന്നത്? ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ ഫാമിലി മുഴുവൻ പ്രശ്നമാണ്. എന്റെ കയ്യിലുണ്ട് അയാൾ നിങ്ങൾക്ക് തന്ന പോലെ തിരിച്ചൊന്ന് പൊട്ടിക്കാനുള്ള മരുന്ന്. പക്ഷേ ആ വീട് നിന്ന് കത്തും, ഒരു വെടിമരുന്ന് ശാലയ്ക്ക് തീ പിടിച്ച പോലെ. ഞാൻ അവരെ ഒന്ന് കാണുന്നുണ്ട്, ഉപ്പാപ്പയും ട്രീസ വക്കീലിനെ.
നിങ്ങളുടെ മൂത്ത മോൾ എവിടെ? വീട്ടിൽ തന്നെയുണ്ട്. പഴയതുപോലെ ഉടക്കി തന്നെയാണോ? ഉം. അവള് പ്രഗ്നന്റ് അല്ലേ? ഉം. നിങ്ങളൊരു അമ്മയല്ലേ? ഈ സമയത്ത് ഇങ്ങനെ ഉടക്കടച്ച് നിൽക്കുന്നത് എന്തിനാ? ഞാനല്ലല്ലോ, അവളല്ലേ ഞങ്ങളെ ശത്രുക്കളായി കാണുന്നത്. അവൾ അങ്ങനെ കാണൂ. അവള് കണ്ടതും അറിഞ്ഞതല്ലേ അവള് വിശ്വസിക്കൂ. പക്ഷേ നിങ്ങൾക്ക് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പലതും ചെയ്യാൻ പറ്റും. ഇത്ര നാളും പരസ്പരം ഇണങ്ങിയും സ്നേഹിച്ചൊക്കെ കഴിഞ്ഞ ഒരമ്മയും മകളുമല്ലേ? ലോകത്തെ ഏതു വലിയ സുനാമി വന്നിടിച്ചിട്ട് പോയാലും സ്നേഹം സ്നേഹമാണ്. അതങ്ങനെ തീർത്തും ഇല്ലാണ്ടായി പോകത്തില്ല. നിങ്ങൾ നിങ്ങളുടെ മകളുടെ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ഭർത്താവിനെ ഒഴിവാക്കി നേരിട്ട് കാണാൻ ഞാൻ ആവശ്യപ്പെട്ടതിന് പിന്നിൽ നിങ്ങൾ കരുതുന്നതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്. അവർക്ക് ന്യായമായിട്ട് അവകാശപ്പെട്ട എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം. ആ കുഞ്ഞിനെ നിങ്ങളുടെ ചെറുമകനോ മകളോ ആയിട്ട് കാണണം, മനസ്സുകൊണ്ട്. എല്ലാ രീതിയിലും ആ തീരുമാനം നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരുത്തൂ. യെസ്. ആ ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. ഈ കേസിൽ ഇനി ഞാൻ താമസിക്കുന്ന ഓരോ നിമിഷവും അപകടമാണ്. അന്ന് ഗുളിയം കത്തിയുന്ന സമയമായതുകൊണ്ട് ആ മജിസ്ട്രേറ്റിന് എന്തോ വട്ട് തോന്നി. അതുകൊണ്ടാ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് ക്യാൻസൽ ചെയ്യുന്ന ഒരു കേസിൽ സെയിം ഓഫീസറിനെ കൊണ്ട് തന്നെ കേസ് അന്വേഷിപ്പിക്കാൻ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ അപൂർവമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഏത് നിമിഷവും വരാം ട്രീസയുടെ വക ഒരു അപ്പീലും ഒരു സ്റ്റേ ഓർഡറും ഒക്കെ. അതിനു മുമ്പ് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുക. അല്ലെങ്കിൽ ദൈവം തമ്പുരാനായിട്ട് അനുവദിച്ചെന്ന സമയത്തിന് ഫലമില്ലാതായി പോകും. അത് വേണ്ട. ശരി, പൊക്കോളൂ. ശരി സർ. ആ മാഡം. എന്താ സർ? നിങ്ങളുടെ ഭർത്താവിനെ ഒഴിവാക്കി നേരിട്ട് കാണാൻ ഞാൻ ആവശ്യപ്പെട്ടതിന് പിന്നിൽ നിങ്ങൾ കരുതുന്നതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്. വിശ്വസിക്കാൻ അല്പം പ്രയാസം കാണും. പല സത്യങ്ങളും അങ്ങനെയാണ്. നിങ്ങളുടെ ഭർത്താവിനെ ഒഴിവാക്കി നിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് മാത്രം സംസാരിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പരസ്പര വിശ്വാസമാണ് ഒരു വിവാഹ ബന്ധത്തിന്റെ അടിസ്ഥാനം. അത് നഷ്ടപ്പെട്ട എല്ലാം തകരും. എങ്കിലും കണ്ടെത്തിയ തെളിവിന്റെയും സത്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞാനത് നിങ്ങളോട് പറയാതിരിക്കുന്നതും ശരിയല്ല. എന്താ സർ? എന്താ പറയുന്നത്? ഈ കേസ് അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. എന്റെ ചില കണ്ടെത്തലുകളുമുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ മഹേന്ദ്ര സാറിനോട് സംസാരിച്ചത്. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പക്ഷേ എൻ്റെ സംശയങ്ങൾ കൂടി.